ചരിത്രത്തിൽ ഇടം നേടിയ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 33,000-ലധികം വരുന്ന പ്രതിനിധി ക്യാമ്പിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നിലവിലെ രണ്ടാമത്തെ ദിവസമായിട്ടുള്ള ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ദാഇമാരായിട്ടുള്ള 11,000-ന് മുകളിൽ പ്രബോധകന്മാരുടെ പരിശീലന കളരിയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം ലോകത്ത് വന്നിട്ടുള്ളത് പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജീവിതാനുഭവങ്ങളിൽ നിന്ന് നല്ല മനോഹരമായ രീതിയിൽ മനുഷ്യ സമൂഹത്തിന് ദിശാബോധം പകർന്നു കൊടുക്കുന്നതാണ് ഇസ്ലാമിൻ്റെ പാരമ്പര്യം. തനത് പാരമ്പര്യത്തെ വിളിച്ചൂതുന്ന തരത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ പ്രൊജക്റ്റാണ് കേരളത്തിലും കേരളത്തിന് പുറത്തുമായിട്ട് 10,000-ന് മുകളിൽ ദാഇമാരെ സമർപ്പിക്കുക എന്നുള്ളത്. ആ സമർപ്പിക്കുന്ന ദാഇമാരുടെ കൃത്യമായിട്ടുള്ള പരിശീലന പ്രോസസ്സിംഗ് ആണ് നമുക്ക് ബാക്കിലുള്ള പവലിയനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ക്യാമ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പങ്കെടുക്കുന്ന ഓരോ പ്രതിനിധിക്കും കൃത്യമായ നിർദ്ദേശങ്ങളും കൃത്യമായ ഉപദേശങ്ങളും നൽകിക്കൊണ്ട് അവരുടെ മുകളിൽ ഒരു SPD കമാൻഡർ ഉണ്ടാവും. ആ SPD കമാൻഡർമാർക്ക് നിർദ്ദേശം നൽകാൻ അവരുടെ മുകളിൽ അവരുടെ ഒരു വോയിസ് ഉണ്ട്. അങ്ങനെ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ലാതെയാണ് ക്യാമ്പ് നിരന്തരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.